ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു ചെറിയ വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന 6ഓളം വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നതും. ഈ വില്ലകളിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ വർക്കുകളും ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി തന്നെയാണ് വീടിന്റെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ സുഖമായി നടന്നെത്താവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഇവിടെ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഒരു ഇന്നോവ കാർ നമുക്ക് ഇവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ബൈക്കും മറ്റും വെക്കുന്നതിനായിട്ടുള്ളൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിന്റെ വലതുവശത്തായി അത്യാവശ്യം സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അല്പം നീളമേറിയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് നമുക്ക് ഇവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. TV യൂണിറ്റിൽ LED ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈലറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള പ്രത്യേകം ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ബെഡ്റൂമിന്റെ ഒരു കോർണറിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. എല്ലാം സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. മുഴുവനായി വാർത്ത് ഫിനിഷ് ചെയ്തൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനൊക്കെ ഈ റൂമിന് നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. സ്റ്റെയിൻലെസ് സ്റ്റീലും GI ട്യൂബും ഒന്നുപോലെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.